വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് മാധ്യമ രംഗം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇന്ന് ലോകത്തെ എല്ലായിടത്തും പത്രപ്രവർത്തനം തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുകയാണ്. കാരണം ഒരുപാട് ഭരണാധികാരികൾ അവർക്ക് അവരെ വിമർശിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആളുകൾ, ആ വിമർശനത്തിന് നേരെ വാളോങ്ങുന്നവർ, അവരെ ജയിലിലിറക്കുന്നവർ, ലോകത്തെല്ലായിടത്തും എത്രയോ പത്രപ്രവർത്തകരാണ് ജയിലുകളിൽ കഴിയുന്നത്. അപ്പോൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നവരെ എല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന തന്ത്രങ്ങളുമായിട്ട് ലോകത്തിലെ പല ഭരണാധികാരികളും മുമ്പിലേക്ക് വരികയാണ്. അപകടകരമായ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ലോകത്ത് ഇത്രമാത്രം ഏകാധിപത്യവും മാധ്യമപ്രവർത്തനത്തിന് വിഘാതമുണ്ടായത്. പക്ഷേ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ചതെല്ലാം 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും അതുപോലെ തന്നെ വേറൊരു ഫോർമാറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് ഗീബൽസ് ആണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ ഇന്ന് PR ഏജൻസികളാണ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണ്, എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഗീബൽസിനെ കുറിച്ച് വായിച്ചപ്പോൾ ഗീബൽസ് പറഞ്ഞത്, അദ്ദേഹം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജർമ്മനിയും ഫ്രാൻസുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തെ തടവുകാരനായി പിടിച്ചപ്പോൾ ജയിലിന്റെ ആ അഴികൾക്കിടയിലൂടെ അദ്ദേഹത്തെ വലിച്ച് ബലം പ്രയോഗിച്ചെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് ഹാൻഡിക്യാപ്ഡ് ആയതെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. അപ്പോൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആയതെന്ന് പറഞ്ഞു. സത്യത്തിൽ അതല്ലായിരുന്നു, ഇൻബോൺ അദ്ദേഹത്തിന് അതായിരുന്നു, ജനിക്കുമ്പോൾ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. പക്ഷെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. തെറ്റായ ഒരു കാര്യം, ഒരു നുണ അദ്ദേഹം ജർമ്മനിയിലെ ജനതയെ മുഴുവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചു. 1000 നുണ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമായും മാറും എന്നുള്ള ഗീബൽസിയൻ വാക്കുകൾ ഇന്ന് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നമ്മുടെ രാജ്യത്തെ PR ഏജൻസികൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അതേ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓരോ തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്.